ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോക്കനട്ട് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്കിത് എങ്ങനെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് നൈസായിട്ടാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ നന്നായി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ചെറുതായി ഒന്ന് നിറം മാറുന്ന വരെ നമുക്കിത് ഇളക്കിയെടുക്കണം. എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് നേരം കൂടി ഇത് ഇളക്കിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ നിറം വന്നാൽ നമുക്കിത് ഇൻഡക്ഷൻ കുക്കർ ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. തേങ്ങ ചിരകിയെടുക്കുമ്പോൾ ചെറുതായി കിട്ടാൻ വേണ്ടി നമ്മൾക്ക് തേങ്ങ ഒന്ന് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ എടുത്ത് ചിരകിയെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കിട്ടും. ഞാനിതിപ്പോൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, ചെറുതായി ചിരകിയെടുത്ത് തന്നെയാണ്. ചെറുതായി ചിരകിയെടുക്കണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്കിത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 3-4 ഏലക്കായ പഞ്ചസാരയിൽ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടാറാനായിട്ട് ഞാനൊരു പരന്ന പ്ലേറ്റിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. തേങ്ങ മുഴുവനായിട്ടും ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്.
തേങ്ങയും പഞ്ചസാരയും കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇടുന്ന വീഡിയോ ഇതിൽ കാണുന്നില്ല. വീഡിയോ എടുക്കാൻ മറന്നതാ തോന്നുന്നു. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൽ കാണാനില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇടുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഫ്രിഡ്ജിൽ വെക്കുക, കാരണം കട്ടയായിട്ടാണുള്ളത്. ഈ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഞാൻ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഈ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്നത് വരെ നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കണം. അത് തേങ്ങയും നെയ്യൊക്കെ ഒന്ന് കുഴച്ചെടുത്തപ്പോൾ പൊടി ഒരു കുറഞ്ഞതിൽ നനവായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കണം. ചപ്പാത്തി പരുവൊക്കെ ആവുന്നത് വരെ നമ്മൾക്കൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ച് ഉരുട്ടിയെടുക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂടി ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്ര വെള്ളം മതി. ഇതിലേക്ക് നമ്മൾ മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങാ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷേപ്പായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചെറിയൊരു ബോട്ടിലിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. മൂടിയൊന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് പോരുന്നുണ്ട്. ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലും ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതുകൊണ്ടും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അമർത്തിയിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അമർത്തി കൊടുത്താൽ നല്ല ഷേപ്പിൽ കിട്ടും. പിന്നെ ഇങ്ങനെ കുടഞ്ഞു കൊടുത്താലാണെങ്കിൽ ഇത് പോരുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എല്ലാതും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എനിക്ക് ആ കൂട്ടിൽ 11 എണ്ണമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വേറെ ഷേപ്പിലാണ് നമുക്ക് തേങ്ങാ ബിസ്ക്കറ്റ് കിട്ടാറുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊന്ന് കുറച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം.
ബിസ്ക്കറ്റൊക്കെ ഞാൻ മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഞമ്മക്ക് അടുത്തതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറ് ആവുന്നത് വരെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ തട്ടി കൊടുക്കണ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബായ്.